സോ ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC ഫിസിക്സ് പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റുകളും നോട്ടുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ജൂൾ നിയമം എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇംഗ്ലീഷിലും ജൂൾ നിയമം ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ പ്രധാനമായും H=I²RT, H=VIT, H=V²T/R എന്നിങ്ങനെയുള്ള 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ജൂൾ ലോയും കൂടി പഠിച്ചു വയ്ക്കുക. അടുത്തത് ഇങ്ങനെയൊരു ചോദ്യം 1 മാർക്കിൻ്റെ സെക്ഷനിലും 2 മാർക്കിൻ്റെ സെക്ഷനിലും കാണാറുള്ള ചോദ്യമാണ്. അതായത് കറണ്ടിൻ്റെ ഇതിൽ ഏത് മാറ്റം വരുത്തിയാൽ താപം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിവിടെ നൽകിയതുപോലെ തന്നെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ യഥാർത്ഥ ബേസ് തുടങ്ങുന്നത് ഇവിടെ ഈ 3 ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്. കാരണം കറണ്ട് ഇവിടെ വർദ്ധിപ്പിച്ചാൽ താപം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടതായിട്ടുള്ളത്. അടുത്തത് ഹീറ്റിംഗ് കോയിൽ എന്ന ഭാഗത്ത് നിന്നും നിക്രോമിൻ്റെ സവിശേഷതകൾ 2 മാർക്കിന് ഉറപ്പായ ചോദ്യമാണ്. ഉറപ്പായും പഠിച്ചു വെക്കുക. ഇംഗ്ലീഷ് മീഡിയം ഉത്തരങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, അല്ലെങ്കിൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം എന്നിങ്ങനെയാണ് ഇതിന് ഉത്തരമായി വരുന്നത്. അപ്പോൾ ഉറപ്പായ ചോദ്യം നിക്രോമിൻ്റെ സവിശേഷതകൾ. അടുത്തത് ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ എന്ന ഭാഗത്ത് നിന്നും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് വെച്ച് പ്രോബ്ലങ്ങൾ ചോദിക്കുന്നതാണ്. അടുത്തത് സുരക്ഷാ ഫ്യൂസ് എന്ന ഭാഗത്ത് നിന്നും ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് സുരക്ഷാ ഫ്യൂസ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. താഴ്ന്ന ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് ലോ എന്നിങ്ങനെയുള്ളതാണ് സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രത്യേകതകളായി വരുന്നത്. അടുത്തത് പ്രധാനപ്പെട്ട ചോദ്യം ശ്രേണി രീതി, സമാന്തര രീതി എന്നിവയിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. 2 മാർക്കിനുള്ള ചോദ്യമാണ്. ഉറപ്പായും പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇക്വേഷൻസ് ഉറപ്പായും പഠിക്കുക. 1/R = 1/R1 + 1/R2 + 1/R3. പാരലൽ ആണെങ്കിൽ സീരീസിൽ അത് R = R1 + R2 + R3. അടുത്തത് വൈദ്യുതിയുടെ പ്രകാശഫലം, ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ഭാഗത്ത് നിന്നും ടങ്സ്റ്റണിൻ്റെ പ്രത്യേകത ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. പഠിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ LED ലാമ്പിൻ്റെ മേന്മകൾ, അതായത് LED ലാമ്പിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള ചോദ്യവും നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ വലതു കൈ പെരുവിരൽ നിയമം. ഈ നിയമം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മാക്സ്വെല്ലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം ബാർകാന്തവും വൈദ്യുതവാഹിയായ സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസമാണ്. സോളിനോയിഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എ കോയിൽ വയർ ദാറ്റ് സെറ്റ് ലൈക്ക് എ അടുത്തത് മോട്ടോർ തത്വമാണ്. DC മോട്ടറിൻ്റെ വരയ്ക്കാനും അതോടൊപ്പം തന്നെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും പ്രധാന ഭാഗങ്ങളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ NS, ABCD എന്നിവ ആർമേച്ചറാണ്, XY എന്നിവ ബ്രഷാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റന്നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം ചെലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്നതാണ്. ഇത് നിങ്ങൾ അടയാളപ്പെടുത്താൻ കൂടി പഠിച്ചിരിക്കുക. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അടുത്ത ചോദ്യം
വൈദ്യുത കാന്തിക പ്രേരണ വഴിയുണ്ടാകുന്ന വൈദ്യുത പ്രവാഹ ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡ്യൂസ്ഡ് EMF. ഇത് ഉറപ്പായ ചോദ്യമാണ്, പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ശേഷം ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം. അതോടൊപ്പം തന്നെ AC കറണ്ടും DC കറണ്ടും തമ്മിലുള്ള വ്യത്യാസവും പരീക്ഷകളിൽ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഈ ചിത്രം കൂടി വരക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്തത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ, DC ജനറേറ്റർ, AC ജനറേറ്റർ, കൂടാതെ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ, ഇവയെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് ട്രാൻസ്ഫോമർ എന്ന ഭാഗത്തു നിന്നും ഉറപ്പായും ചോദിക്കുന്ന 2 മാർക്കിൻ്റെ ചോദ്യമാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നിവ തമ്മിലുള്ള വ്യത്യാസം. ഇത് ഉറപ്പായും പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് മീഡിയം നോട്ടും മലയാളം മീഡിയം നോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ, പ്രോബ്ലങ്ങളിൽ ചോദിച്ച് കാണാറുള്ള ഇക്വേഷനാണ് VS/VP = NS/NP എന്നതും VP × IP = VS × IS, അല്ലെങ്കിൽ VS/VP = IP/IS എന്നീ ഇക്വേഷൻ കൂടി ഓർത്തു വയ്ക്കുക. VS/VP = NS/NP = IP/IS. അടുത്തത് പ്രസരണ നഷ്ടം, അതായത് ദൂരസ്ഥലങ്ങളിലേക്ക് പവർ എത്തിക്കുമ്പോഴുണ്ടാവുന്ന, അതായത് താപരൂപത്തിലുണ്ടാകുന്ന ഊർജ്ജ നഷ്ടമാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഉപകരണങ്ങൾ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള മേന്മകളാണ്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, അഡ്വാൻറ്റേജസ് കണക്റ്റിംഗ് ഡിവൈസസ് ഇൻ പാരലൽ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് 3 പിൻ പ്ലഗും എർത്തിങ്ങും. ഇത് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്, 100% ചോദ്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, വൈദ്യുത ആഘാതം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ, പ്രിക്കോഷൻസ് ഫോർ അവോയ്ഡിങ് ഇലക്ട്രിക് ഷോക്ക്. അതോടൊപ്പം തന്നെ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് ടു ദ പേഴ്സൺ ഹൂ ഗെറ്റ്സ് ഇലക്ട്രിക് ഷോക്ക്. ഈ 2 ചോദ്യങ്ങളും നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. ഇത് ജനറലായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്, എങ്കിൽ കൂടി ഒന്ന് വായിച്ചറിഞ്ഞിരിക്കുക. അടുത്ത പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്, ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. പ്രതിബിംബങ്ങളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് ഇമേജസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു n = 360/θ-1. n = 360/θ-1. ഈ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അടുത്തത് കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് മിറർ. അത് വസ്തു ഓരോ സ്ഥാനത്ത്, അതായത് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് എവിടെയൊക്കെ മാറുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഇമേജ് ഉണ്ടാകുന്ന സ്ഥലങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഇവിടെ പറയുന്നത്. കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ദർപ്പണ സമവാക്യം അല്ലെങ്കിൽ മിറർ ഫോർമുല എന്നതാണ്. 1/f = 1/u + 1/v. അത് നമുക്ക് ഇങ്ങനെ ഇക്വേഷനാക്കി മാറ്റാവുന്നതാണ്. f = uv/u + v, u = vf/v-f, v = uf/u - f. ഇത് പ്രോബ്ലം ചോദിക്കുന്നതാണ്. 3 മാർക്കിന് ചോദിക്കാറുള്ള പ്രോബ്ലങ്ങൾ ഈ ഭാഗത്തു നിന്നും വരാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഉറപ്പായും പഠിച്ചിരിക്കുക. 4 ഇക്വേഷനും പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആണ്. ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m = hi/ho അല്ലെങ്കിൽ -v/u. കൂടാതെ ആവർത്തനം അതായത് യൂണിറ്റ് ഇല്ലാത്ത ഒരു അളവാണ് ആവർത്തനം. ആവർത്തനം 1 ആയിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വലിപ്പം എങ്ങനെയായിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, 1നേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ പട്ടികയിൽ നിന്നും ഈ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതെന്തായാലും 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തത് ഈ വസ്തുക്കളുടെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന രീതിയിൽ എഴുതാനുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വജ്രത്തിനാണ്, പിന്നെ ഗ്ലാസ്, ജലം, വായു എന്നിങ്ങനെയാണ് ഇംഗ്ലീഷിൽ. ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ.
അടുത്തത് പ്രകാശിക സാന്ദ്രതയും പ്രകാശിക വേഗവും തമ്മിലുള്ള ബന്ധം. ഈ ചിത്രങ്ങൾ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് മീഡിയം തിരിച്ചറിയുക, അതായത് മാധ്യമം തിരിച്ചറിയാനുള്ള ചോദ്യം. അടുത്തത് പ്രധാനപ്പെട്ട ചോദ്യം, അപവർത്തന നിയമങ്ങൾ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. അത് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ടത് സൈൻ ഐ ബൈ സൈൻ ആർ, അതായത് സ്നെൽസ് ലോ. സൈൻ ഐ ബൈ സൈൻ ആർ ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇത് സ്നെൽ നിയമം എന്നറിയപ്പെടുന്നു. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്തത് കേവല അപവർത്തനാങ്കം, ആപേക്ഷിക അപവർത്തനാങ്കം എന്നിങ്ങനെ 2 അപവർത്തനാങ്കങ്ങളാണുള്ളത്. ഇത് രണ്ടും പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ കുറിച്ചുള്ള ഒരു നോട്ട് എഴുതാൻ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതോടൊപ്പം തന്നെ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. കൂടാതെ ഇതിൻ്റെ ഉപയോഗങ്ങൾ കൂടി ചോദിക്കും. ചികിത്സാ രംഗത്ത്, വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളായും ഇത് ഉപയോഗിക്കുന്നു. ക്രിട്ടിക്കൽ ആംഗിൾ ഇൻ വാട്ടറും അതോടൊപ്പം ക്രിട്ടിക്കൽ ആംഗിൾ ഇൻ ഗ്ലാസും പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ഉറപ്പായും പഠിച്ചിരിക്കുക. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്, മെഡിക്കൽ ഫീൽഡിൽ, അതോടൊപ്പം തന്നെ ടെലികമ്മ്യൂണിക്കേഷൻസ്. അടുത്തത് കോൺവെക്സ് ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ രേഖാചിത്രങ്ങൾ വരയ്ക്കാനുള്ള ചോദ്യം ഉറപ്പായും നിങ്ങളുടെ പരീക്ഷയ്ക്കുണ്ടാകും. അതിനാൽ തന്നെ ഈ ചിത്രങ്ങൾ വരച്ചു തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക, ഓരോരോ സ്ഥാനവും അതോടൊപ്പം തന്നെ അവയുടെ പ്രതിബിംബ രൂപീകരണവും. ഈ ബോക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായും 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഉറപ്പായും പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ലെൻസ് സമവാക്യം, ലെൻസ് ഇക്വേഷൻ. 1/f = 1/v - 1/u. ഇത് വെച്ചും പ്രോബ്ലം ചോദിക്കാറുണ്ട്. നേരത്തെ നമ്മൾ മാറ്റി എഴുതിയതുപോലെ f = uv/u - f, u = vf/f - v, v = uf/u + f എന്നിങ്ങനെ ഇക്വേഷൻസ് മാറ്റി എഴുതാൻ സാധിക്കുന്നതുമാണ്. അടുത്തത് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് hi/ho, പക്ഷേ m = -v/u എന്നതിന് പകരം v/u എന്ന് മാത്രമാണ് ഇവിടെ വരുന്നത്, കാരണം ഇത് ലെൻസ് ആയതിനാലാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നിഫിക്കേഷൻ്റെ ഓരോ സ്ഥാനത്തുണ്ടാകുന്ന പ്രത്യേകതകളും നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, 2 മാർക്കിനുള്ള ചോദ്യമാണ്. ലെൻസിൻ്റെ പവർ, 1 മാർക്കിന് ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ചോദിക്കുന്നതാണ്. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ. കൂടാതെ ഈ ഇക്വേഷൻ പഠിക്കുക, p = 1/f എന്ന ഇക്വേഷൻ കൂടി പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് കണ്ണിനുണ്ടാകുന്ന പ്രധാന അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകളാണ് ഹ്രസ്വദൃഷ്ടി, ലോങ് സൈറ്റ്നെസ്, ദീർഘദൃഷ്ടി, മയോപ്പിയ ഓർ നിയർ സൈറ്റഡ്നെസ്. ഈ 2 രോഗങ്ങളും പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് മഴവില്ല്. മഴവില്ലിന് കാരണമാകുന്നത് ഡിസ്പേർഷനാണ്. കൂടാതെ നമുക്കറിയാം, ഈ ചിത്രം പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു പ്രിസത്തിൽ കടത്തിവിടുമ്പോഴുള്ള പ്രകാശത്തിൻ്റെ ഏത് ലൈറ്റാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് മേലെ റെഡ്, താഴെ വയലറ്റ് എന്നിങ്ങനെയാണ്. അടുത്തത് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇത് 1/16 സെക്കൻഡ്സ് ആണ് തങ്ങി നിൽക്കുന്നത്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളും കൂടി പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് വിസരണം എന്നതാണ്. വിസരണം എന്നാൽ സൂര്യൻ്റെ, അതായത് നമുക്ക് ഉദാഹരണങ്ങൾ തന്നിട്ടാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കാറുള്ളത്. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം ആഴക്കടൽ നീല നിറത്തിൽ കാണുന്നു എന്നിങ്ങനെയുള്ള 3 എക്സാമ്പിളുകൾ തന്നിട്ടാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കാറുള്ളത്. അതിനാൽ തന്നെ അതിന് കാരണം വിസരണം എന്നതാണ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ട്വിൻഡൽ പ്രഭാവം അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ്. ഇത് പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക.
ഏറ്റവും അവസാന പാഠഭാഗത്ത് നിന്നും CNG, LNG, LPG എന്നിങ്ങനെ ഉള്ള ഗ്യാസുകളുടെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കൂടാതെ ബയോഗ്യാസ്, കലോറിക മൂല്യം എന്നിങ്ങനെയും ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്നത് എല്ലാ വർഷത്തെ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ്. അതിനാൽ തന്നെ അത് ഉറപ്പായും പഠിക്കുക. കൂടാതെ ഈ ഭാഗത്ത് നിന്ന് 2 മാർക്കിന് വരുന്ന ചോദ്യമാണ് ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. എളുപ്പം ലഭ്യമായിരിക്കണം, ചെലവ് കുറവായിരിക്കണം, ഉയർന്ന കാലോറിക മൂല്യം, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം. അടുത്തത് ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്നിവയുടെ സവിശേഷതകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതും ജനറലായി എഴുതാൻ സാധിക്കുന്നതുമായ ചോദ്യമാണ്. ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ: പുറത്തുനിന്ന് വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക, റെഗുലേറ്റർ ഓഫ് ചെയ്ത് സിലിണ്ടർ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുക, വാതിലുകളും ജനലുകളും തുറന്നിടുക. ഓപ്പൺ വിൻഡോസ്, turn on knob only after regulator. The expiry date of gas cylinder must be noted. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.